ായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള എൻ്റെ ഒരു റിലേഷൻ എന്താണ് എന്ന് ഒരു ആർട്ട് എന്നുള്ള നിലയിൽ ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ ജസ്റ്റ് പെർഫോം ചെയ്യുക എന്നതിനേക്കാൾ ഉപരി സ്വന്തമായിട്ട് പുതുതായിട്ട് എന്തെങ്കിലും കണ്ടെത്തുക, ഒന്ന് റിസർച്ച് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ലക്ഷ്യം. തീർച്ചയായിട്ടും അങ്ങനെ ഉള്ള എൻ്റെ ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ളൊരു പെർഫോമൻസിലേക്ക് ഞാൻ കടക്കുകയാണ്. അതിനുവേണ്ടി എനിക്ക് ഇത്ര മാത്രമാണ്. ഓഡിയൻസ് പ്ലീസ്, നിങ്ങളോട് ചെയ്യുന്ന റിക്വസ്റ്റ് ഇത്ര മാത്രമാണ്. പെട്ടെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ഞാനിപ്പോൾ പറയുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ഒരു മലയാളം സോങ്, ജസ്റ്റ് ഒരു മലയാളം സോങ്, അതിൻ്റെ 2 വരി ഇതിലേക്ക് എഴുതുക. എങ്ങനെ എഴുതും? പേനയുണ്ടോ? ഇല്ല, ഞാൻ തരാം. ഞാൻ ഇവിടുന്ന് മേടിച്ച പേനയുണ്ട്, പിടിച്ചോ. 2 വരി. പക്ഷെ ആരെയും കാണിക്കരുത്. ഓക്കെ, എനിക്ക് റാൻഡം സെലക്ഷനാണ്. സർ, ഏറ്റവും ഇഷ്ടമുള്ളൊരു മലയാളം പാട്ടിൻ്റെ 2 വരി, അത്രയും മാത്രം മതി. ആൻഡ് സാറിൻ്റെ പേനയുണ്ടോ? എടുക്കാം, പെട്ടെന്ന് എഴുതാം. ആൻഡ് ഞാൻ ഇവിടേക്ക് വരികയാണ്. ആൻഡ് ആരുണ്ട്? ഒന്ന് കയ്യിലോട്ട് തരികയാണ്. പിടിക്കണ്ട, താങ്കൾ തന്നെ ഒന്ന് എഴുതിട്ടേക്കാം. ഏറ്റവും ഇഷ്ടമുള്ള ഒരു മലയാളം പാട്ടിൻ്റെ 2 വരി. പെട്ടെന്ന് വേണം, വളരെ പെട്ടെന്ന് വേണം. ഇനി ഞാൻ വരുന്ന സമയത്ത് നിങ്ങളായിട്ട് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരത്തില്ല. അതുകൊണ്ട് എൻ്റെ കയ്യിൽ തന്നെ പേനയും പേപ്പറും ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് പറയണം. അതേ കണക്ക് തന്നെ വീണ്ടും ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് വരികയാണ്. പാട്ടറിയത്തില്ല? ഓക്കെ. ആൻഡ് മനസ്സിൽ ഇഷ്ടമുള്ള ഒരു ആരുമില്ല. ഇതെന്താ ഇപ്പോൾ എല്ലാവരും പുച്ഛിച്ച് ഓട്ടിക്കുകയെന്നല്ലോ. ഏറ്റവും ഇഷ്ടമുള്ളൊരു ഒരു മലയാളം പാട്ടിൻ്റെ 2 വരി, അതേ കണക്ക് തന്നെ എന്തായാലും നിങ്ങൾ എല്ലാവരും ഇതിൻ്റെ ഭാഗമായി മാറിയേ പറ്റത്തുള്ളൂ. ഏറ്റവും ഇഷ്ടമുള്ള ഒരു മലയാളം പാട്ടിലെ 2 വരി. പെട്ടെന്ന് വേണം, വളരെ പെട്ടെന്ന് വേണം. അതിനോടൊപ്പം തന്നെ നന്നായിട്ട് പാട്ട് പാടാൻ അറിയുന്ന ഒരാൾ ജസ്റ്റ് ഒന്ന് കൈവെക്കാവും. നിങ്ങളെ കൊണ്ട് പാട്ട് ഞാൻ പാടിപ്പിക്കത്തില്ല. അത്യാവശ്യം പാട്ടുകൾ കേട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വരികൾ കണ്ടു കഴിഞ്ഞാൽ ഏത് പാട്ടാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്ന പാട്ട് പാടും. ഒന്നിടത്തേക്ക് വരാമോ? പേടിക്കണ്ട, പാട്ട് പാടിപ്പിക്കാനല്ല. ഓക്കെ. ആൻഡ് എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരോടും ഒരു റിക്വസ്റ്റ് കൂടിയാണ്. നിങ്ങളുടെ കൈവശം നിന്നിരിക്കുന്ന ഒരു പേപ്പറിലേക്ക് നിങ്ങൾ ആ പാട്ടിൻ്റെ 2 വരി എഴുതി എന്നുണ്ടെങ്കിൽ ആ പേപ്പർ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് ചുരുട്ടുക. ഒരു നിമിഷം അവിടേക്ക് വന്നിരിക്കണേ. കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് ചുരുട്ടുക. എത്രത്തോളം ചെറുതായിട്ട് ചുരുട്ടുക അത്രത്തോളം ചെറുതായിട്ട് ചുരുട്ടുക. ആൻഡ് വെയിറ്റ്. ഇവിടെ ഒരാൾ ഉണ്ടല്ലോ, പിടിച്ചു. എൻ്റെ കയ്യിലുള്ള ഈ വൈൻ ഗ്ലാസ്സിലേക്ക് ഒന്ന് ചുരുട്ടിയെന്ന് കാണിച്ചേ. ഓക്കെ. നന്നായിട്ട് ചുരുട്ടി ഇതിനകത്തോട്ട് ഇടുക. അടുത്തത് ഇവിടെ ആയിരുന്നു സർ. നന്നായിട്ട് ചുരുട്ടുക. കഴിച്ച് ചുരുട്ടിക്കാം, പോരാ. അങ്ങനെ വരട്ടെ. ആൻഡ് ഇവിടെ ആയിരുന്നു, ഇവിടെ